Hello, good morning. This is Aswathy from IILT again. Okay, so today നിങ്ങൾ എല്ലാവരും തമ്മിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ സ്പീക്കിംഗ് OET സ്പീക്കിംഗ് ക്രൈറ്റീരിയയിൽ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളുടെ ഫ്രണ്ട്സും സ്റ്റുഡൻസും ഒക്കെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ എ ഫ്യൂ സെക്കൻഡ്സ് ഫോർ ദം ടു ജോയിൻ. ആൻഡ് മീൻ വൈൽ ജോയിൻ ചെയ്തവർക്കായിട്ട് ഒരു കാര്യം പറയാം. നമ്മളിപ്പം സ്പീക്കിംഗ് ക്രൈറ്റീരിയയുടെ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ ലൈവ് ജസ്റ്റ് നിങ്ങൾ ഇതേ പേജിൽ ഒന്ന് മുമ്പിലത്തെ ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയും ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയും രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ സെഷൻ കാണണമെന്ന് നിർബന്ധമില്ല. ബട്ട് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം ടൈം ഉള്ള പോലെ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയുടെ ലൈവും കൂടെ ഒന്ന് കാണാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ ഫൈൻ. സോ സ്പീക്കിംഗ് ക്രൈറ്റീരിയ നമുക്ക് ആദ്യത്തെ നമ്മുടെ സ്ലൈഡിലേക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു ടു മെയിൻ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയും ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ വേർഡിൽ തന്നെയുണ്ട്. ഇറ്റ്സ് റിലേറ്റഡ് ടു ലാംഗ്വേജ്. നമ്മൾ അതിലേക്ക് പോകുന്നേ ഇല്ല, ബിക്കോസ് അത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? ക്ലിനിക്കൽ, സോ ഒബ്വിയസ്ലി നിങ്ങളുടെ മെഡിക്കൽ സെറ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേഷൻ, യെസ്, അത് ഭയങ്കര എവിഡന്റ് ആയിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ ഈസ് ഗോയിങ് ടു അസസ് ഹൗ വെൽ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഓർ ഇന്ററാക്ട് ഇൻ എ ക്ലിനിക്കൽ സെറ്റപ്പ്. ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ നിങ്ങൾക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടായതുകൊണ്ട് മാത്രം ചിലപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്നില്ല. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിഫറെന്റ്. ഓക്കെ, സോ എന്തൊക്കെയാണ് പാരാമീറ്റേഴ്സ്, എന്തൊക്കെയാണ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയുടെ കീഴിലുള്ള അസസ്മെന്റ് ഫാക്ടേഴ്സ് നമുക്കിന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫൈൻ, നിങ്ങൾ അടുത്ത സ്ലൈഡ് ഒന്ന് നോക്കിയേ. ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയ, അതിന് കീഴിൽ 5 ക്രൈറ്റീരിയൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്, സെക്കൻഡ് understanding and incorporating the patient's perspective, now providing structure, information gathering and information giving. അപ്പോൾ ഈ 5 ക്രൈറ്റീരിയൻ എന്തൊക്കെയാണെന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. നമുക്ക് ഗുഡ് മോർണിംഗ്, ഹായ് ഒക്കെ കോമൻസ് വരുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ ഇതാണ് 5 ക്രൈറ്റീരിയൻ. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്താണ്? നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾ ഒരുപാട് ടൈം എടുത്ത് ടൈം ഇതിനു വേണ്ടി മാറ്റി വെച്ച് കാണുന്നവരാണ്. നമുക്ക് പെട്ടെന്ന് കോണ്ടന്റിലേക്ക് കിടക്കാം. ഓക്കെ, സോ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് അടുത്ത സ്ലൈഡ് നോക്കിയാൽ മതി. റിലേഷൻഷിപ്പ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളൊരു ക്ലിനിക്കൽ സെറ്റപ്പിൽ വരുന്ന പേഷ്യൻസ്, അവരുടെ എന്താ പറയാ, മൈൻഡ് എന്ന് പറയുന്നത് വളരെ they might be going through a tough situation അല്ലെ. ഹോസ്പിറ്റലിൽ ആരും ഭയങ്കര ചെറിയ കുറച്ച് കേസസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഹോസ്പിറ്റലിൽ അങ്ങനെ ഭയങ്കര ഒരു ഹാപ്പി ന്യൂസസിന് വേണ്ടി ആരും വരുന്നില്ല. ഓക്കെ, സോ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ആ പേഷ്യന്റുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് ബൈസ്റ്റാൻഡറിനോടാണെങ്കിൽ ബൈസ്റ്റാൻഡറുമായിട്ട് നല്ലൊരു റാപ്പോ ഉണ്ടായിരിക്കണം. റാപ്പോ ഇസ് ദാറ്റ് റിലേഷൻഷിപ്പിനെയാണ് റാപ്പോ എന്ന് പറയുന്നത്. ഫൈൻ, അപ്പൊ ഈ റാപ്പോ ഉണ്ടാവണം. എന്നാൽ മാത്രമേ പേഷ്യന്റിന് നമ്മളോട് അവരുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനും അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആവുള്ളൂ. അതിപ്പോ ക്ലിനിക്കൽ സെറ്റപ്പിൽ മാത്രമല്ല, നമ്മളിപ്പം നമ്മുടെ സോഷ്യൽ സെറ്റപ്പിൽ നോക്കുകയാണെങ്കിലും ഒരു പെർട്ടിക്കുലർ പേഴ്സൺ നമ്മളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ തുടക്കത്തിൽ അവരുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റണം. അതിനായിട്ട് നമുക്കിപ്പം ജസ്റ്റ് നിങ്ങളോട് ഇങ്ങനെ ചിലപ്പോൾ നിങ്ങൾ കോച്ചിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പറയുന്നുണ്ടാവും റിലേഷൻഷിപ്പ് ബിൽഡിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പേഷ്യന്റ് ആയിട്ട് നല്ലൊരു റാപ്പ് ഉണ്ടാവണം. ഇങ്ങനെ മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എന്ത് ചെയ്താലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുക, എന്ത് ചെയ്യുമ്പോഴാണ് ഈ റാപ്പോ ബിൽഡ് ആവുന്നത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അതിനാണ് ഈ സബ് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ഇനിഷ്യേറ്റിംഗ് ഇന്ററാക്ഷൻ അപ്രോപ്രിയേറ്റ്ലി. തുടക്കം നന്നാവണം അല്ലെ, നമ്മളുടെ ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പേഷ്യന്റിനോട് ആദ്യം സംസാരിക്കുമ്പോൾ നമ്മളൊരു ജനറലി നിങ്ങൾ എന്തായാലും വർക്ക് ചെയ്യുന്നവരായിരിക്കും, നഴ്സസ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങളൊരു ക്ലിനിക്കൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പേഷ്യന്റിനെ കാണുമ്പോൾ ആദ്യം എന്താ ചെയ്യാം? ഒന്ന് ചിരിക്കുമല്ലേ. സോ അവിടെ തന്നെ ഒരു റാപ്പോ ബിൽഡായി. പക്ഷെ ഇവിടെ OET സ്പീക്കിങ്ങിൽ നിങ്ങൾ ഫസ്റ്റ് നമ്മുടെ ഓവർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഇത്
ഓഡിയോ റെക്കോർഡഡ് ആണ്, നിങ്ങളുടെ ഓഡിയോ മാത്രം കേട്ടാണ് നിങ്ങളെ അസസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്മൈൽ ഉള്ളത് കൊണ്ടോ ഒന്നും നിങ്ങൾ അത്രയ്ക്ക് ഇവിടെ അത് ഹെൽപ്പ് ചെയ്യില്ല. സോ നിങ്ങളുടെ വോക്കൽ വെർബലി നിങ്ങൾ ആ ഒരു റാപ്പോ കൊണ്ടുവരണം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിഷയം ഗ്രീറ്റിംഗ്സ് അല്ലെ, വിത്തിൻ ബ്രാക്കറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രീറ്റിംഗ്സ്, ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്നൊരു ഗ്രീറ്റിംഗ്സിൽ നമുക്ക് തുടങ്ങാം. അതുപോലെ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. യു മൈറ്റ് ബി ഇൻ എ യൂണിഫോം എന്തെങ്കിലും ആവട്ടെ, ബട്ട് സ്റ്റിൽ നിങ്ങളുടെ പേരെന്താണ്, നിങ്ങളുടെ അവിടുത്തെ റോൾ എന്താണ്, ഐ എം എ നഴ്സിംഗ് മാനേജർ അല്ലെങ്കിൽ ഐ എം വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ്, അങ്ങനെ നിങ്ങളുടെ റോൾ എന്താണ് എന്ന് പറയുന്നതിലൂടെ എഗെയിൻ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതുപോലെ നേച്ചർ ഓഫ് ദ ഇന്റർവ്യൂ. ഈ നേച്ചർ ഓഫ് ദ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളൊരു സെറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ കാണാൻ വരുന്ന പേഷ്യന്റിനോട്, ഓക്കെ, നിങ്ങളെ കാണാനായി ഒരു പേഷ്യന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു അല്ലെങ്കിൽ വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് ചോദിക്കുമ്പോൾ ആ പേഷ്യന്റ് എന്താണോ വേണ്ടത് അത് നിങ്ങളോട് പറയും. പക്ഷേ ഇതേ സമയം നിങ്ങൾ വാർഡിൽ റെസ്റ്റ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് അടുത്ത് നിങ്ങളായിട്ട് അങ്ങോട്ട് പോവാണ്, മേ ബി ടു അഡ്മിനിസ്റ്റർ മെഡിക്കേഷൻ. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് ദിസ് ആൻഡ് ഐ എം വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് ലൈക്ക് ആ ഒരു പോയിന്റിൽ പേഷ്യന്റ് അൺഅവെയർ ആണ് നിങ്ങൾ വരുന്നോ, അല്ലെങ്കിൽ പേഷ്യന്റ് നിങ്ങളുടെ ഒരു ഹെൽപ്പ് ആ സമയത്ത് വേണ്ട, നിങ്ങളാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു തുടക്കം തന്നെ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയാവും. നമ്മളുടെ ഓവറോൾ സ്പീക്കിങ്ങിനെയും ബാധിക്കും, റാപ്പോനെയും എഫക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ സെറ്റിംഗ് എന്താണ്, ഞാനാണോ പേഷ്യന്റിനെ കാണാൻ പോകുന്നത്, പേഷ്യന്റ് എന്നെയാണോ കാണാൻ വരുന്നത്, ഇതൊക്കെ ഒരു ക്ലാരിറ്റി വേണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയത് വലിയ വലിയ പോയിന്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ചെറിയ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്, പ്രോപ്പറായിട്ട് നിങ്ങളുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഗ്രീറ്റിംഗ്സ് ചെയ്യുക, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത് എന്നുള്ള പേർപ്പസ് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പറയുക. സോ സിമ്പിൾ. ഇനി അടുത്ത പോയിന്റ്, റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിനെ ബാധിക്കുന്ന അടുത്ത പോയിന്റ് ആണ് നിങ്ങളുടെ അപ്രോച്ച് ത്രൂ ഔട്ട് ദ സ്പീക്കിംഗ് നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. ഓക്കെ, ഈ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ പൊതുവേ ഉള്ളൊരു മെത്താണ് തുടക്കം മാത്രം അങ്ങ് നന്നായാൽ മതി. പക്ഷെ അല്ല, ത്രൂ ഔട്ട് കോൺവെർസേഷൻ നിങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കൊരു നോൺ ജഡ്ജ്മെന്റൽ അപ്രോച്ച് ഉണ്ടാവണം. അതായത് യു ടെൻ ടു ആസ്ക് ദ പേഷ്യന്റ്, ആർ യു ആൻ ആൽക്കഹോളിക് അല്ലെങ്കിൽ ഡു യു സ്മോക്ക്. ഇത് വളരെ ജഡ്ജ്മെന്റൽ ആണ്. നിങ്ങൾ ആൽക്കഹോളിക് ആണോ, ഇറ്റ്സ് ലൈക്ക് വി ആർ ടാഗിങ് ദം, അല്ലെങ്കിൽ അവരെ നെയിം ചെയ്യുന്ന പോലെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനത്തെ വേർഡ്സ്, ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യരുത്. അല്ലെങ്കിൽ നമ്മൾ പറയാണ് യു ആർ ഹൈപ്പർടെൻസീവ് അല്ലെങ്കിൽ യു ആർ ഫാറ്റ്, ഇങ്ങനെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ടേംസ് എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. പകരം നിങ്ങൾക്ക് എന്ത് പറയാം, നിങ്ങൾക്ക് അവർ ആൽക്കഹോളിക് ആണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചോദിക്കാം, മേ ഐ നോ വെദർ യു ഹാവ് ദ ഹാബിറ്റ് ഓഫ് ഡ്രിങ്കിങ് അല്ലെങ്കിൽ കൺസ്യൂമിങ് ആൽക്കഹോൾ. സോ അവിടെ നമ്മൾ ജഡ്ജ്മെന്റൽ ഒന്നുമല്ല, നമ്മളൊരു ക്വസ്റ്റ്യൻ, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ടു നോട്ട്, അത്രേ ഉള്ളൂ. അതല്ലെങ്കിൽ ആർ യു ആൻ ആൽക്കഹോളിക്, ആർ യു എ സ്മോക്കർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് കുറച്ച് ജഡ്ജ്മെന്റൽ ആവും. അപ്പൊ ത്രൂ ഔട്ട് കോൺവെർസേഷൻ, തുടക്കത്തിൽ മാത്രമല്ല ത്രൂ ഔട്ട് നിങ്ങൾ ഈ ഒരു നോൺ ജഡ്ജ്മെന്റൽ അപ്രോച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ ലാസ്റ്റ് പോയിന്റ് അവിടെ കൊടുത്തിട്ടുള്ളത് എംപതി. യെസ്, നമ്മളോട് ഒരാൾ കൺസേൺസ് പറയുമ്പോൾ അല്ലെങ്കിൽ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് എംപത്തറ്റിക് ആണ് എന്ന് മനസ്സിലായാൽ മാത്രമേ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് പറയാനും അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാനും തോന്നുള്ളൂ. ഓക്കെ, സോ ആസ് എ നേഴ്സ് നിങ്ങൾ വിജയിക്കുന്നത് ഇൻ റിയൽ ലൈഫ് ഓൾസോ ആൻഡ് OET സ്പീക്കിങ്ങിലും നിങ്ങൾ പേഷ്യന്റിനെ നല്ലോണം മനസ്സിലാക്കി അവരെ നിങ്ങൾ കേൾക്കുന്നുണ്ട് എന്നൊരു ഫീൽ വരുത്തുമ്പോഴാണ്. അപ്പൊ ഈ ഒരു എംപതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് പല രീതിയിൽ കാണിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം എംപതി എന്ന് പറഞ്ഞാൽ ഓക്കെ അവരുടെ സങ്കടം നമ്മുടെ സങ്കടം പോലെ എടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. പക്ഷെ ഇത് OET സ്പീക്കിങ്ങിൽ എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സ്കോർ കിട്ടും എന്നുള്ളത് നമുക്കിപ്പോ നോക്കാം. എംപതി എന്ന് പറയുമ്പോൾ അവർ കൺസേൺസ് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഓക്കെ ആഹാ എന്ന് മാത്രം പറയാതെ ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ എ ടഫ് സിറ്റുവേഷൻ എന്നൊരു എംപത്തറ്റിക് ഫ്രേസും കൂടെ യൂസ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയയിലേക്ക് നമ്മളൊന്ന് റെഫർ ചെയ്യാണ്. നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങളുടെ ടോൺ നിങ്ങളുടെ ഫീലിംഗ്സിനെ മാച്ച് ചെയ്യണം. ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഗോയിങ് ത്രൂ എ ടഫ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നോ, ഇറ്റ് ഡസന്റ് മാച്ച് ദർ അല്ലേ, നിങ്ങളുടെ ടോണും കൂടെ മാച്ച് ആവണം. എഗെയിൻ ഇതൊരു ഓഡിയോ റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡിംഗ് കേട്ടിട്ടാണ് നിങ്ങളെ അസസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എംപത്തറ്റിക് ആവാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ അവർ കൺസേൺസ് എക്സ്പ്രസ് ചെയ്യുമ്പോഴൊക്കെ എംപത്തറ്റിക് ഫ്രേസസ് ഉപയോഗിക്കാം. അപ്പൊ അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ
നമ്മുടെ മദർ ടങ് അല്ല, ലാംഗ്വേജ് 2 ആണ് മോസ്റ്റ്ലി ഇംഗ്ലീഷ് വരുന്നത്. അപ്പൊ നമുക്ക് നാച്ചുറലി ഒന്നും ചിലപ്പോൾ എംപത്തറ്റിക് ഫ്രേസസ് ഒന്നും വരണം എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഒരു 2-3 എംപത്തറ്റിക് ഫ്രേസസ് പഠിച്ചു വെക്കുക. എന്നിട്ട് ആദ്യത്തെ ഇനീഷ്യൽ പ്രാക്ടീസിങ് ടൈമിലൊക്കെ നിങ്ങൾ ആ ഒരു 3 അല്ലെങ്കിൽ ആ ഒരു 2 മാത്രം മാറി 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 ഉപയോഗിക്കുക. പിന്നെ അത് നാച്ചുറലി നിങ്ങൾക്ക് വന്നോളും. വൺസ് അത് നാച്ചുറലി വന്നു തുടങ്ങിയാൽ തൽക്കാലം അതോടെ മാറ്റി വെച്ച് പുതിയ ഫ്രേസസ് പഠിക്കുക. അതും ഇങ്ങനെ പതുക്കെ പതുക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് അധികം ഫ്രേസസ് ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഒരൊറ്റ സ്പീക്കിംഗിൽ മാറി മാറി ഒരുപാട് ഉപയോഗിക്കാം. അല്ലാതെ ത്രൂ ഔട്ട് കോൺവെർസേഷനിൽ അവർ എപ്പൊക്കെ സങ്കടം പറയുമ്പോഴും നിങ്ങൾ ഐ എം സോറി ടു ഹിയർ ദാറ്റ്, ഐ എം സോറി ടു ഹിയർ ദാറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് കൺവേസ് ദ ഐഡിയ ദാറ്റ് യു ആർ നോട്ട് വെരി പ്രൊഫഷൻ ഇൻ ഇംഗ്ലീഷ് എന്നുള്ളൊരു, അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ച് പ്രസന്റ് ചെയ്യുന്ന പോലൊരു ഫീൽ കിട്ടും. അപ്പൊ എംപത്തറ്റിക് ഫ്രേസസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. സെക്കൻഡ്ലി, അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആൻസർ ചെയ്യരുത്. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ആൻസർ ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം അവരുടെ ക്വസ്റ്റ്യൻ ഒന്ന് അക്നോളജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, എപ്പോഴാണ് ഡിസ്ചാർജ്, എനിക്ക് എപ്പോൾ വീട്ടിൽ പോകാൻ പറ്റും, അല്ലെങ്കിൽ എന്റെ വൂണ്ട് എപ്പോൾ ഹീലാവും, ഇതിപ്പോൾ 1.5 മാസമായി, എപ്പോഴാണ് ഇനി മാറുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഇനി ഒരാഴ്ച കൂടെ എടുക്കുള്ളൂ എന്ന് പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് അതൊന്ന് അക്നോളജ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്നൊന്ന് അക്നോളജ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, യെസ് 1.5 മാസമായി നിങ്ങൾക്ക് വൂണ്ട് ഹീൽ ആവുന്നില്ല, പക്ഷെ വിഷമിക്കേണ്ട, ഇനി ഒരു 1.5 വീക്സ് കൂടെ മാക്സിമം അതിനുള്ള നിങ്ങളുടെ വൂണ്ട് കംപ്ലീറ്റ്ലി ഹീൽ ആവും. സോ ഇറ്റ്സ് ലൈക്ക് അവർ പറഞ്ഞത് തന്നെ നമ്മൾ കുറച്ച് തിരിച്ചു പറയാണ്, വിച്ച് ആക്ച്വലി കൺവേസ് ദാറ്റ് നിങ്ങൾ അവരെ നന്നായി കേട്ടു. ഓക്കെ, അപ്പൊ ഇതും എംപതി കൺവേ ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിൽ എന്തൊക്കെ വേണം എന്ന് നമ്മൾ പറഞ്ഞു. അതായത് പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇന്ററാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യണം, നോൺ ജഡ്ജ്മെന്റൽ അപ്രോച്ച് ആയിരിക്കണം, എംപത്തറ്റിക് ആയിരിക്കണം. ഇനി ഇതൊക്കെ എങ്ങനെ വേണം എന്നും നമ്മൾ വളരെ കുഞ്ഞതായിട്ട് പറഞ്ഞു. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ഒരൊറ്റ പോയിന്റിന് നമുക്ക് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു എയിം എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു ഓവർവ്യൂ തരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കൂടുതൽ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കിയാൽ യു ക്യാൻ സീ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇൻകോർപ്പറേറ്റിംഗ് ദ പേഷ്യൻസ് പെർസ്പെക്റ്റീവ്. കുറച്ച് വലിയൊരു ടൈറ്റിലാണ് ഇത്, കേൾക്കുമ്പോൾ നെറ്റണ്ട. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, മനസ്സിലാക്കുക, സിമ്പിൾ. ഇനി ഇൻകോർപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാം, അതും കൂടെ ഉൾപ്പെടുത്തുക. എന്താണ് ഈ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതും ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതും? ദ പേഷ്യൻസ് പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ കാഴ്ചപ്പാട്, അല്ലെ, പേഷ്യന്റിന്റെ ഒരു അവസ്ഥ. അപ്പൊ നമ്മൾ ബേസിക്കലി ഇവിടെ പേഷ്യന്റിന്റെ കാഴ്ചപ്പാട്, പേഷ്യന്റിന്റെ തോട്ട്സ്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ തന്നെ അത് ഉൾപ്പെടുത്തി, നമ്മൾ അവരെ മനസ്സിലാക്കി എന്ന് ഉൾപ്പെടുത്തി വേണം നമ്മൾ നമ്മുടെ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സബ് പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ, എലിസിറ്റിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ് പേഷ്യൻസ് കൺസേൺസ്. യെസ്, എലിസിറ്റ് ചെയ്യാന്ന് വെച്ചാൽ മാക്സിമം പുറത്തേക്ക് എടുക്കുക. എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ go deep and understand. Okay, so പേഷ്യൻസിന്റെ കൺസേൺ നമുക്ക് മാക്സിമം ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അവരെ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളൊരു പോയിന്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്ന് വെച്ചാൽ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്താണ്, ക്ലോസ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. again ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഓപ്പൺ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ പേഷ്യന്റിന് ആൻസർ ചെയ്യാനുള്ള ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു സ്കോപ്പ് വളരെ കൂടുതലായിരിക്കും. ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും യെസ്, നോ, അല്ലെങ്കിൽ ദിസ്, ദാറ്റ്, അല്ലെങ്കിൽ ട്രൂ, ഫോൾസ്, അങ്ങനെ ഒരു രീതിയിലായിരിക്കും പേഷ്യന്റിന് ആൻസർ ചെയ്യാൻ സ്കോപ്പ് ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആർ യു വെജിറ്റേറിയൻ ഓർ എ നോൺ വെജിറ്റേറിയൻ? ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം പേഷ്യന്റിന് എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ എന്ന് പറയാം, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അങ്ങനെ പറയാം. വേറെ കൂടുതലൊന്നും പറയാനുള്ളൊരു സ്കോപ്പ് ആ ക്വസ്റ്റ്യൻ കൊടുക്കുന്നില്ല. ഓക്കെ, അറ്റ് ദ സെയിം ടൈം നമ്മൾ ചോദിക്കുകയാണ്, കുഡ് യു പ്ലീസ് ടെൽ മീ അബൌട്ട് യുവർ ഡയറ്റ്? എന്ത് പറയാം? അവർക്ക് കുറെ ഡീറ്റെയിൽസ് പറയാം. ഈവൻ ദോ ഐ എം എ വെജിറ്റേറിയൻ, ഐ ടെൻഡ് ടു ഈറ്റ് എഗ് അറ്റ് ടൈംസ് എന്നൊക്കെ പറഞ്ഞ അവർക്ക് മാക്സിമം ലൈക്ക് ആ സ്കോപ്പ് അവിടെ കൂടുകയാണ്. അപ്പോൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, കൂടുതൽ കാര്യങ്ങൾ പേഷ്യന്റിന് നമ്മളോട് പറയാനുള്ളൊരു അവസരം നമ്മൾ കൊടുക്കുകയാണ്. അതിനർത്ഥം നമുക്ക് പേഷ്യന്റിന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ എലിസിറ്റിംഗ് ആൻഡ് എക്സ്പ്ലോറിംഗ് പേഷ്യൻസ് കൺസേൺ എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അവരുടെ കൺസേൺസും അവരുടെ ഇഷ്യൂസും അവരുടെ എല്ലാ കാര്യങ്ങളും മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമുക്ക് ഇവിടുത്തെ കീവേഡ് നോക്കി അറിയാം, ഇൻകോർപ്പറേറ്റിംഗ്. അത് ഉൾപ്പെടുത്തി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതാണ് ഈ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. റിലേറ്റിംഗ് എക്സ്പ്ലനേഷൻസ്
to elicited ideas and concerns. ഓക്കെ, നമ്മൾ ഓൾറെഡി ഇവരുടെ കുറെ കൺസേൺസും ഇഷ്യൂസും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതുമായി റിലേറ്റ് ചെയ്ത് വേണം പറയാൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു പേഷ്യന്റിന് ആഫ്റ്റർ മേ ബി അവർക്കൊരു ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ഓക്കെ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സായിട്ട് നമ്മൾ പോവാണ്. നമ്മൾ ഓരോ വീടുകളിലും പോയിട്ട് ഡെങ്കു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാൻഡമിക് അല്ലെങ്കിൽ സംതിങ് അതിന്റെ ഒരു അവയർനെസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു വീട്ടില് നമ്മൾ നേരിട്ട് പോയിട്ട് ആ ഒരു പേഷ്യന്റിനോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ വാട്ടർ ഒന്നും ഇങ്ങനെ തുറന്നു വെക്കരുത്, അല്ലെങ്കിൽ വേസ്റ്റ് കൂട്ടിയിടരുത്, അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ വില്ലിങ് ആവുന്നില്ല. അവർ പറയുന്നത് എന്റെ കോമ്പൗണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ പറയാണ്. പക്ഷെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇവരെ കൺവിൻസ് ചെയ്യണം. അപ്പൊ ഇവരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫാക്ട്സ് വെച്ച് കൺവിൻസ് ചെയ്യാം. എങ്ങനെയാ? ഇങ്ങനെ ചെയ്താൽ ഇന്ന ദോഷമുണ്ടാവും, അല്ലെങ്കിൽ വളരെ ജനറൽ ആയിട്ട് ആരോടും പറയാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഇവരെ വേണമെങ്കിൽ കൺവിൻസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ ആ സംസാരിക്കുന്ന വ്യക്തിയുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുക. ആ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലായി ഇവർക്ക് 3 കുട്ടികളുണ്ട്, ടീനേജേഴ്സും യങ്ങർ ബേബീസും ടോഡ്ലറും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എലിസിറ്റ് ചെയ്തു കുറച്ച് ഡീറ്റെയിൽസ്. സോ അടുത്ത കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റിലേറ്റ് ചെയ്യാം. നമുക്ക് എന്ത് പറയാം? ജനറലി മോസ്കിറ്റോ വളർന്നാൽ ഇങ്ങനെ മോസ്കിറ്റോ ബൈറ്റ് ചെയ്താൽ ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാവും എന്ന് പറയുന്നതിനെക്കാട്ടിലും നമുക്ക് പറയാം നിങ്ങളുടെ വീട്ടിൽ 3 കുട്ടികളുണ്ട്, ഇതിൽ ഒരാൾക്കെങ്കിലും ഇത് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ, അതായത് അവരുടെ ഒരു ഇമോഷണൽ, നമുക്ക് സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വീക്ക്നെസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് നമുക്ക് എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മളുടെ എക്സ്പ്ലനേഷനുമായിട്ട് റിലേറ്റ് ചെയ്താൽ കൺവിൻസ്ഡ് ആവാനുള്ളൊരു ചാൻസസ് കുറച്ചും കൂടെ കൂടുതലാണ്. ആൻഡ് അതിനർത്ഥം വേറൊന്നും കൂടിയാണ്, നമ്മൾ അവരെ കുറിച്ച് നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ അവർ പറഞ്ഞ ഡേറ്റയൊക്കെ ചുമ്മാ കേട്ട് വിടുകയല്ല, നമ്മൾ ശ്രദ്ധിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അടുത്ത എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ അതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു 45 വയസ്സുള്ള ഒരു മാൻ, ഓക്കെ, ഹീസ് നോട്ട് റെഡി ടു ക്വിറ്റ് സ്മോക്കിംഗ് അറ്റ് ഓൾ. അപ്പൊ നമ്മൾ നേഴ്സ് എന്ന നിലയിൽ നമ്മൾ പറയാണ് സ്മോക്കിംഗ് ചെയ്താൽ ഇന്ന ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, സ്മോക്കിംഗ് ചെയ്താൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബേർഡൻസ്, ലൈക്ക് കണ്ടിന്യൂസ് സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ലോസ് ഉണ്ടാവും, സോഷ്യലി നിങ്ങൾ ഒറ്റപ്പെടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഇവര് കേൾക്കുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇമാജിൻ നിങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്ത കൂട്ടത്തിൽ അവർക്കൊരു പ്രഗ്നന്റ് വൈഫ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ടീനേജ് സൺ ഉണ്ട്, അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്മോക്കിംഗ് ക്വിറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇവരുടെ ഒരു ഇമോഷണൽ കണക്ഷൻ കൂടെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? സ്മോക്കിങ്ങിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് സെക്കൻഡറി, അല്ലെങ്കിൽ ഇഫക്ട്സ് ഓഫ് സെക്കൻഡറി അല്ലെങ്കിൽ പാസീവ് സ്മോക്കിംഗ് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ മേ ബി ഫോർ ദ സൺ ഓർ ഫോർ ദ വൈഫ് വിൽ ബി കുറച്ചും കൂടെ കോപ്പറേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഐഡിയ അല്ലെങ്കിൽ ഡേറ്റ ചുമ്മാ കേട്ട് വിടരുത്, അത് എടുത്തു വെക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അങ്ങനെ ചെയ്താൽ നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയന് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പിക്കിംഗ് അപ്പ് പേഷ്യന്റ് ക്യൂസ്. ഈ ക്യൂസ് എന്ന് പറയുന്നത് വെർബലി നമുക്ക് കിട്ടും, നോൺ വെർബലിയും കിട്ടും. ഓക്കെ, ഇപ്പോൾ വെർബലി കിട്ടുന്നത് നമ്മൾ ചോദിക്കുകയാണ്, സോ കുറേ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചോദിക്കുകയാണ്, സോ ആർ യു റെഡി ടു ക്വിറ്റ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ ശരിക്കും റെഡി ആയിട്ടുള്ള ഒരാൾ എന്ത് പറയും? യെസ് ഡെഫിനറ്റ്ലി എന്ന് പറയും. അത്രയ്ക്ക് അങ്ങ് ഉറപ്പില്ലാത്ത ഒരാൾ എന്ത് പറയും? ഓക്കെ യാ ഐ ട്രൈ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ എന്റെ പണി ഞാൻ ചെയ്തു, അവർ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ വേഗം നമ്മൾ അടുത്ത ടാസ്കിലേക്ക് പോകും. അത് ചെയ്യരുത്. യു ഹാവ് ടു ബി ദയർ. നമുക്ക് അവിടെ അവരൊരു ക്യൂ തരുന്നുണ്ട്, എന്താണ്? ദേ ആർ നോട്ട് റിയലി റെഡി അല്ലെ. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് അക്നോളജ് ചെയ്യാം. നമുക്ക് എന്ത് പറയാം? സി ഐ കൻ സീ ദാറ്റ് യു ആർ നോട്ട് കംപ്ലീറ്റ്ലി റെഡി, ബട്ട് ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് യു സെഡ് യു വിൽ ട്രൈ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ ഒന്ന് അക്നോളജ് ചെയ്ത് അത് നമ്മൾ മനസ്സിലാക്കിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അടുത്തതിലേക്ക് പോകുന്നത്. അതുപോലെ നോൺ വെർബൽ ക്യൂസ് തരും. നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ മിണ്ടാതിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മുഖത്ത് മേ ബി ഒരു ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും കാണാം. അപ്പൊ നമുക്ക് പറയാം എന്താ? ഐ കൻ സെൻസ് ദാറ്റ് യു ആർ വറീഡ്. ഓക്കെ, സോ അത് നമ്മൾ വെർബലി ആണെങ്കിലും നോൺ വെർബലി ആണെങ്കിലും അവർ തരുന്ന ഹിന്റ്, ക്യൂ എന്ന് പറയുന്നത് ഹിന്റ്സ് ആണ്. ആ ക്ലൂസ് നമുക്ക് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് കോൺവെർസേഷനിൽ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, സോ അഗെയിൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തെങ്കിലും ഇതും വളരെ വളരെ സിമ്പിൾ ആണ്. ഇത്രയേ ഉള്ളൂ. പേഷ്യന്റിനെ മനസ്സിലാക്കുക, അവരുടെ കൺസേൺ എന്താണ് അതുമായി റിലേറ്റ് ചെയ്ത് അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതല്ലാതെ നിങ്ങളുടെ മെഡിക്കൽ നോളജ് ചുമ്മാ അവരോട് പറഞ്ഞു കൊടുക്കുന്ന പോലെ അവർക്ക് തോന്നരുത്. അവർക്ക് വേണ്ടി നിങ്ങൾ സജഷൻസ് കൊടുക്കുകയാണ്, അവർക്ക് വേണ്ടി റെക്കമെൻഡേഷൻസ് കൊടുക്കുകയാണ് എന്നൊരു ഫീല് ബേസിക്കലി ഉണ്ടാക്കാൻ പറ്റണം. ഓക്കെ,
Okay, so that is about understanding and incorporating the patient's perspective. Next slide like നോക്കിയാൽ നമ്മുടെ മൂന്നാമത്തെ assessment criterion under clinical communication വരെയാണ് providing structure. Yes, this is very, very important. നമുക്ക് കുറച്ച് ഹായ് ഗുഡ് മോർണിംഗ് ഒക്കെ വീണ്ടും വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഹരി സേസ് ഗുഡ് മോർണിംഗ്. ഓക്കെ, സോ നിങ്ങൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ, ലൈക്ക് ഇതും കൂടെ എനിക്ക് അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. വിൽ ഡെഫിനറ്റ്ലി അഡ്രസ് ഇറ്റ്. ഓക്കെ, ഫൈൻ. സോ പ്രൊവൈഡിങ് സ്ട്രക്ചർ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ, ഞാൻ പറയുന്നത് മറ്റേയാൾക്ക് മനസ്സിലാവണം, അല്ലെ? മറ്റേയാൾ പറയുന്നത് എനിക്ക് ലിസൺ ചെയ്യാൻ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇറ്റ്സ് എ 2-way പ്രോസസ്. അപ്പൊ ഇവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനായിട്ട് ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഒരു തുടക്കം, ഒരു കോണ്ടന്റ് ആൻഡ് അതിന് ഒരു കൺക്ലൂഷൻ, ഇതൊക്കെ ഉണ്ടാവണം. അപ്പൊ നമ്മളുടെ ഈ OET സ്പീക്കിങ്ങിലും ഈ പറഞ്ഞ സ്ട്രക്ചർ നമ്മളുടെ അടുത്ത് നിർബന്ധമായിട്ടുണ്ടാവണം. അപ്പൊ അതിന് ഈ ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയന് സ്കോർ ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഓർഗനൈസ് ദ സ്പീക്കിംഗ് ലോജിക്കലി. ഞാനിപ്പോ പറഞ്ഞ പോലെ സ്പീക്കിംഗ് ലോജിക്കലി ഓർഗനൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഞാൻ വളരെ കുഞ്ഞ് എക്സാമ്പിൾസ് ആണ് പറയണേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ട്. ഒരു പേഷ്യന്റിനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, നാളെയാണ് ഓപ്പറേഷൻ. അപ്പൊ ടാസ്കിൽ തന്നിട്ടുള്ളത് ആദ്യത്തെ ടാസ്ക്, ഓക്കെ, ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ വേണ്ട, ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഓപ്പറേഷൻ എങ്ങനെയൊക്കെ ആയിരിക്കും, അതായത് ആദ്യം അവരെ നമ്പ് ചെയ്യും ആൻഡ് അത്ര വലിയൊരു ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ് അല്ല. ഡോക്ടേഴ്സ് ഉണ്ടാവും, നഴ്സസ് ഉണ്ടാവും, പിന്നെ നമ്മൾ എന്താണ് എല്ലാ സേഫ്റ്റി പ്രോട്ടോകോളും കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കും, ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടാവും. രണ്ടാമത്തേന്ന് വെച്ചാൽ പ്രീ ഓപ്പറേറ്റീവ് കെയർ, അതായത് 8 to 12 hours നമ്മൾ ഡയറ്റ് ആയിരിക്കണം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ പ്രീ ഓപ്പറേറ്റീവ് കെയറിനെ കുറിച്ച് പറയാൻ. തേർഡ് വൺ ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയറിനെ കുറിച്ച് പറയാൻ. അപ്പോൾ മോസ്റ്റ്ലി കാൻഡിഡേറ്റ്സ് ചെയ്യുന്ന ഒരു കാര്യം, ഈ തന്നിരിക്കുന്ന ടാസ്കുകൾ അതേ ഓർഡറിൽ ചെയ്യാൻ നോക്കും. പക്ഷെ നിങ്ങളൊരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ആലോചിച്ച് നോക്കിയേ, ഒരു പേഷ്യന്റ് വന്നാൽ ആ പേഷ്യന്റ് നമ്മൾ ആദ്യമേ ഓപ്പറേഷനിൽ എന്തൊക്കെ നടക്കും എന്നാണോ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ആദ്യമേ ഓപ്പറേഷന് ശേഷമുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുക? അല്ല. നോ മാറ്റർ ദ ഓർഡർ, നമ്മൾ എന്ത് ചെയ്യും, ഒരു ലോജിക്കലി അതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം. സ്വാഭാവികമായിട്ട് ഒരു പേഷ്യന്റ് വന്നിരിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം, ഓക്കെ, നിങ്ങൾക്ക് ഇന്ന ദിവസമാണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് മുമ്പായിട്ട് ഈ ദിവസം നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാലേ നിങ്ങൾ സർജറിക്ക് ഫുള്ളി പ്രിപ്പയർഡ് ആവുള്ളൂ. ആൻഡ് ദെൻ സർജറിയുടെ ഡേ ഇതൊക്കെ ആയിരിക്കും സംഭവിക്കുക. വൺ സർജറി കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി നിങ്ങൾ ഇന്ന കാര്യങ്ങൾ, ദർ ഇസ് ഓർഡർ, അല്ലെ? അപ്പൊ ഈ ടാസ്ക് തിരിച്ചു മറിച്ചും തന്നാലും നിങ്ങൾ ആ ടാസ്ക് അതേ രീതിയിൽ ഫോളോ ചെയ്യണം എന്നില്ല. എഗെയിൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ടാസ്ക് എന്നുള്ളൊരു വേർഡ് തന്നെ മാറ്റിയിട്ട് അതൊരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഹിൻസ് അല്ലെങ്കിൽ ക്ലൂസ് എന്ന് ഇട്ടാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം ഇറ്റ് സിംപ്ലി മീൻസ് നിങ്ങളുടെ കോൺവെർസേഷനിൽ ഈ പറഞ്ഞ ടാസ്കിലെ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്താൽ മതി, ഇൻക്ലൂഡ് ചെയ്താൽ മതി. അത് ലോജിക്കലി അറേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ നേഴ്സസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഞാനിപ്പം ഒരു പെർട്ടിക്കുലർ റോൾ പ്ലേ കാർഡ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നാണ്. നമ്മൾ കാൻഡിഡേറ്റ്സ് ആയിട്ട് ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സർജറി കഴിഞ്ഞിട്ട് വൂണ്ട് ഇൻഫെക്റ്റഡ് ആയി. ഓക്കെ, അപ്പൊ ഈ പേഷ്യന്റ് നല്ല രീതിയിൽ ഈ വൂണ്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ഷീ കെപ്റ്റ് ഇറ്റ് ക്ലീൻ ആൻഡ് ഡ്രൈ, ഷീ ചേഞ്ച് ദ ഡ്രസ്സിംഗ് ഡെയിലി, എല്ലാം നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദ വൂണ്ട് ഇസ് ഇൻഫെക്റ്റഡ്. അപ്പൊ പെയിൻ കാരണമാണ് വന്നിട്ടുള്ളത്. അപ്പൊ പേഷ്യന്റിന്റെ കാർഡിൽ, അതായത് റോൾ പ്ലേയറുടെ കാർഡിൽ ആദ്യത്തെ പോയിന്റ് തന്നെ ഞാൻ ഇത്രയും നന്നായി നോക്കിയിട്ട് എങ്ങനെയാണ് ഇത് ഇൻഫെക്റ്റഡ് ആയേ, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് എന്ന് ചോദിക്കാനാണ്. ഓക്കെ, കാൻഡിഡേറ്റിന്റെ കാർഡിൽ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് കോസസ് ഓഫ് ഇൻഫെക്ഷൻ. എപ്പോഴും ക്ലെൻലിനെസ് അല്ലെങ്കിൽ അത് മാത്രമായിരിക്കില്ല, വേറെയും കാരണങ്ങളുണ്ട്. നമ്മൾ എത്ര നന്നായി നോക്കിയാലും ഇന്ന കാരണങ്ങളും കൂടി ഉണ്ട് എന്ന് ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്. സോ ആസ് എ പേഷ്യന്റ് ഞാൻ ആദ്യമേ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇത് ഇൻഫെക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നന്നായി നോക്കിയിട്ട് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുവരെ ഒരു 90% കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യില്ല, വിഷമിക്കണ്ട, അതിന് വേറെയും കാരണങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ അപ്പൊ അത് പറയില്ല. അവരുടെ മൈൻഡിൽ ഓക്കെ ഇപ്പൊ ഇതല്ല പറയണ്ട, എന്റെ രണ്ടാമത്തെ ടാസ്ക് വേറെയാണ്. അവരെന്ത് ചെയ്യും, വെൽ ഐ ഡെഫിനറ്റ്ലി ടോക്ക്, അത് ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ വെൽ ഐ ഡെഫിനറ്റ്ലി എക്സ്പ്ലെയിൻ യു, നൗ ലെറ്റ് മീ ടെൽ യു ദ ട്രീറ്റ്മെന്റ്. കാരണം അവിടെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാനാ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവരുടെ വിചാരം അത് അതേ ഓർഡറിൽ പോകണമെന്ന് വെച്ചാൽ അവർ അപ്പൊ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയും. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ ഇൻഫെക്ഷനെ കുറിച്ച് ചോദിച്ചിട്ടേ ഇല്ലാത്ത പോലെ അവർ അവസാനം ചോദിക്കും,
ഡു യു ഹാവ് എനി ഐഡിയ വൈ ദ വൂണ്ട് ഇസ് ഇൻഫെക്റ്റഡ്? അപ്പൊ ഞാൻ പറയും, വെൽ ഐ ഓൾറെഡി ആസ്ക്ഡ് ദാറ്റ്, ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പൊ അവര് വെൽ ഐ എക്സ്പ്ലെയിൻ യു, എന്നിട്ട് അപ്പ് എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇറ്റ്സ് ലൈക്ക് അവിടെ ഒരു നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ല അവിടെ ഒരു ഇറ്റ്സ് നോട്ട് ലോജിക്കലി ഓർഗനൈസ്ഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് തന്നിട്ടുള്ള അതേ ഓർഡറിൽ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യണം നിർബന്ധമില്ല. ബേസിക്കലി നമ്മൾ മൈൻഡിൽ ഒന്ന് 3 minutes പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്യുക. ആദ്യം ഇതൊക്കെ ചോദിക്കാം, അവസാനം ഇന്നത് പറഞ്ഞു കൊടുക്കാം. ബട്ട് എഗെയിൻ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യന്റ് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ ആദ്യമേ ചോദിച്ചു എന്നിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ പറഞ്ഞ് മേ ബി ആ ഒരു ആൻസർ അല്ലെങ്കിൽ ആ എക്സ്പ്ലനേഷൻ ചിലപ്പോൾ ആദ്യമേ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കാം, ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, അതിനു മുമ്പ് എനിക്ക് ഇന്ന കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ തന്നെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാം. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പറഞ്ഞ് പേഷ്യന്റിനെ കൺഫ്യൂസ് ചെയ്യരുത്. കേൾക്കുമ്പോൾ ഒരു സ്റ്റോറി കേട്ട പോലെ പേഷ്യന്റിന് ഫീൽ ചെയ്യണം. ഈ ഒരു റെക്കോർഡിംഗ് നിങ്ങളുടെ കേംബ്രിഡ്ജിൽ നിന്ന് അസസേഴ്സ് നിങ്ങളുടെ റെക്കോർഡ് കേൾക്കുമ്പോഴും ഒരു സ്റ്റോറി പോലെ ഒരു ഫ്ലോ ഇതിലുണ്ടാവണം. അതിന് നിങ്ങൾ സ്പീക്കിംഗ് ലോജിക്കലി അറേഞ്ച് ചെയ്യണം. പെർഫെക്റ്റ്. ഓക്കെ, നൗ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സൈൻ പോസ്റ്റിംഗ് ചേഞ്ചസ് ഇൻ ടോപ്പിക്സ്. സൈൻ പോസ്റ്റിംഗ് ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് മേ ബി ഈ വേർഡ് അറിയില്ലായിരിക്കും, എന്താ സംഭവം എന്ന് അറിയായിരിക്കും. ബട്ട് എനിവേസ് നിങ്ങൾക്ക് ചില വേർഡ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ചിലപ്പോൾ ട്രെയിനേഴ്സ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇവിടെ സൈൻ പോസ്റ്റ് ചെയ്തില്ല എന്നേ പറയുള്ളൂ. അപ്പൊ അത് എന്താ നിങ്ങൾ ചെയ്യാത്തതെന്ന് വണ്ടടിച്ചിരിക്കരുത്. സോ എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കണം. സൈൻ പോസ്റ്റിംഗ് ഇത്രേ ഉള്ളൂ. സൈൻ ബോർഡ്സ് കണ്ടിട്ടുണ്ടാവുമല്ലേ, നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ ഇഷ്ടംപോലെ സൈൻ ബോർഡ്സ് കാണാറുണ്ട്. സോ ഇമാജിൻ എനിക്ക് അറിയാത്തൊരു പുതിയ വഴിയിലൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഞാൻ ഡ്രൈവ് ചെയ്യാണ്. അപ്പം ആ റോട്ടിലാണെങ്കിൽ സൈൻ ബോർഡ്സ് ഒന്നുമില്ല. അപ്പൊ എനിക്ക് അറിയാത്തൊരു വഴിയാണ്. ഐ എം നോട്ട് എക്സ്പെക്ടിങ് ഒരു സ്പീഡ് ബ്രേക്കറോ അല്ലെങ്കിൽ ഒരു ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എനിക്ക് അറിയില്ല വഴി. അപ്പൊ ഞാനൊരു 5th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊരു ഹമ്പ് വന്നു. എന്ത് സംഭവിക്കും? എനിക്ക് സൈൻ ബോർഡ് ഒന്നും കണ്ടില്ല, ഞാൻ പെട്ടെന്നൊരു ഹമ്പ് വന്നു. ഒബ്വിയസ്ലി ഞാൻ സഡൻ ബ്രേക്ക് ഇടും. ചിലപ്പോൾ എന്റെ പുറകിൽ വരുന്ന വണ്ടി എന്നെ വന്ന് ഇടിക്കും. മേ ബി ഡിസാസ്റ്റർ. ഓക്കെ, പക്ഷേ ഞാൻ അതേ റോഡിൽ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുന്ന അതേ റോഡിൽ ഒരു 100 meters മുമ്പ് ഒരു സൈൻ ബോർഡ് ഉണ്ട്. എന്താണ്? സ്പീഡ് ബ്രേക്കർ അഹെഡ് എന്ന് കണ്ടാൽ ഒബ്വിയസ്ലി എനിക്ക് അവിടുന്ന് തന്നെ ഗിയർ ചേഞ്ച് ചെയ്ത് സ്പീഡ് കുറച്ച് സ്മൂത്ത് ആയിട്ട് ആ ഹമ്പിലൂടെ പോകാൻ പറ്റും അല്ലെ? സോ ഇത് തന്നെയാണ് ബേസിക്കലി സ്പീക്കിംഗിലേക്ക് വരുമ്പോഴും സൈൻ പോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഇനി നമുക്ക് OET കോൺവെർസേഷനിൽ ഇത് എങ്ങനെ ആപ്ലിക്കബിൾ ആവുന്നതെന്ന് നോക്കാം. ബേസിക്കലി നിങ്ങളുടെ കയ്യിൽ ഒരു കാർഡ് ഉണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയാൻ പോകുന്നത്, എന്തൊക്കെയാ പേഷ്യന്റിനോട് ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. പക്ഷെ ഈ പേഷ്യന്റിന് ഇതൊരു ന്യൂ റോഡാണ്. ഷീ ഡസൻ നോ ഓർ ഹി ഡസൻ നോ നിങ്ങൾ എന്തൊക്കെ ചോദിക്കും, എന്തൊക്കെ പറയും, ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പൊ പേഷ്യന്റിനെ കൃത്യമായിട്ട് അടുത്തത് എന്താണ്, സ്പീഡ് ബ്രേക്കർ വരുമോ, വളവ് വരുമോ എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തം. അപ്പൊ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സൈൻ പോസ്റ്റിംഗ് ലാംഗ്വേജ് ഉപയോഗിക്കാം. അതായത് നിങ്ങൾക്ക് പറയാം നൗ എന്ന് വെച്ചാൽ ഇനി. അപ്പൊ അവർക്കറിയാം ഓക്കെ ദർ ഈസ് എ ചേഞ്ച് ഇൻ ദ ടോപ്പിക് അല്ലെ. അതല്ലാതെ നിങ്ങൾ സഡൻ ആയിട്ട് സൈൻ പോസ്റ്റ് ചെയ്യാതെ സഡൻ ആയിട്ട് ഒരു ടോപ്പിക് ചേഞ്ച് കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ ഡയറ്റിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ കുട്ടികളുടെ സ്കൂളിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ അവർ ലൈക്ക് വാട്ട് ഡസ് ദിസ് ക്വസ്റ്റ്യൻ കെയിം ഫ്രം, ലൈക്ക് അവർ പ്രിപ്പയർഡ് അല്ല. സോ മേക്ക് ദം പ്രിപ്പയർഡ് ടു ആൻസർ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടോപ്പിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ എപ്പോഴും സൈൻ പോസ്റ്റ് ചെയ്യുക. മീൻസ് അവരെ അറിയിക്കുക. അവരെ അറിയിക്കാൻ 2 രീതിയിൽ പറ്റും. ഒന്ന്, നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കാം. മേ ഐ ആസ്ക് ഫ്യൂ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് യുവർ ഡയറ്റ്. അപ്പൊ അവർക്ക് എന്തറിയാം, ഓക്കെ അടുത്ത് ഡയറ്റിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആ. സോ മെന്റലി അവർ പ്രിപ്പയർഡ് ആണ്. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ രീതി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരെ നോട്ടിഫൈ ചെയ്യാം. നെക്സ്റ്റ് ഐ എം ഗോയിങ് ടു ആസ്ക് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് യുവർ ഡയറ്റ്. അപ്പോഴും അവർക്ക് എന്തറിയാം, അടുത്തത് ഇതാണ്. സോ ബേസിക്കലി ഇത് വളരെ സിമ്പിൾ ആണ്. ഈ ടേംസ് ആണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുക. സൈൻ പോസ്റ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ വേറൊരു കാര്യം അടുത്ത ഒരു ടോപ്പിക് നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പേഷ്യന്റിനെ അറിയിക്കുക. ഒന്നില്ലെങ്കിൽ നോട്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, പെർമിഷൻ ആയിട്ട് ചോദിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് നിങ്ങൾ എക്സ്പ്ലനേഷൻ സ്റ്റാർട്ട് ചെയ്തു. പേഷ്യന്റ് അറിയില്ല, പേഷ്യന്റ് മേ ബി he or she might be again expecting some questions from your side. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഇപ്പൊ ഇത്രയും നേരം I was collecting few details regarding your diet. Now let me explain. അപ്പൊ അവർക്കറിയാം ഓക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. സോ ദിസ് ഈസ് വാട്ട് സൈൻ പോസ്റ്റിംഗ് ഇസ് കോൾഡ്. നിങ്ങൾ ഒരു ടോപ്പിക്കിൽ നിന്ന് അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോഴോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ നിന്ന് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലൊക്കെ പേഷ്യന്റിനെ ഒന്ന് സൈൻ പോസ്റ്റ് ചെയ്യാം. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ.
ഫൈൻ. ഇനി കൂടുതൽ എക്സാമ്പിൾസ് പറഞ്ഞാലും ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സൈൻ പോസ്റ്റിംഗ് അവിടെ നിർത്തുകയാണ്. സോ ബേസിക്കലി പ്രൊവൈഡിങ് സ്ട്രക്ചർ എന്ന ക്രൈറ്റീരിയനിൽ സ്കോർ ചെയ്യാനാണ് ഈ ഒരു പെർട്ടിക്കുലർ സൈൻ പോസ്റ്റിംഗ് എന്നൊരു സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നൗ ദ ഫൈനൽ പോയിന്റ്, യൂസ് സീക്വൻസിങ് ലാംഗ്വേജ്. സീക്വൻസിങ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ? സീക്വൻസ് ചെയ്യാൻ, ഓർഡറിൽ അടുക്കാനായിട്ട്. ഓക്കെ, ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക്, ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇത് അറിയുന്നവർ പോലും നാച്ചുറലി സംസാരിച്ചു വരുമ്പോൾ ഇത് അറിയാമെങ്കിൽ പോലും ഉപയോഗിക്കാൻ പറ്റാറില്ല. അത് പ്രാക്ടീസിലൂടെ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് താനും. ഇതാണ് സംഭവം. ഇപ്പോൾ പേഷ്യന്റിന് നിങ്ങൾ സജഷൻസ് കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 5 സജഷൻസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ പൊതുവെ കൊടുക്കാറ്, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് പൊതുവെ ഒരു പാറ്റേൺ കണ്ടുവരുന്നത് ഇതാണ്. അവർ പറയും, യു ഹാവ് ടു ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ ആൻഡ് try to eat a lot of vegetables, and also you have to do some exercises and make sure that you have to visit the physiotherapist twice a week. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിലൊരു ബുദ്ധിമുട്ട് തോന്നിയോ? സീക്വൻസിങ് ലാംഗ്വേജ് അറിയുന്നവർക്ക് ചെറിയൊരു സംഭവം പിടികിട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് എന്താണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഇഷ്യൂ ഒരു 4 പ്രാവശ്യം ഞാൻ ഒരു ആൻഡ് ഉപയോഗിച്ചു. ഞാൻ 4 കാര്യങ്ങൾ പറയാനായിട്ട് 4 ഡീറ്റെയിൽസ് സീക്വൻസ് ചെയ്തത് ആൻഡ് ഉപയോഗിച്ചിട്ടാണ്. ഈ ആൻഡ് എവിടെ തീരും, എപ്പോൾ തീരും എന്നൊന്നും പേഷ്യന്റ് കേൾക്കുമ്പോൾ അവർക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ കുറച്ചും കൂടി ഒരു നേറ്റീവ് സ്പീക്കർ ആയിട്ട് സൗണ്ട് ചെയ്യാനും ഇങ്ങനെ ലിസ്റ്റ് പോലെ പേഷ്യന്റിന് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമുക്ക് എന്ത് ചെയ്യാം? സീക്വൻസിങ് ലാംഗ്വേജ് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലെങ്കിൽ സെക്കൻഡ്ലി, അല്ലെങ്കിൽ അതർ ദാൻ ദാറ്റ്, ഓൺ ദി അതർ ഹാൻഡ്, ഇൻ അഡീഷൻ, ഫർദർമോർ, ഇങ്ങനത്തെ കണക്ടേഴ്സ് അല്ലെങ്കിൽ സീക്വൻസിങ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേഷ്യന്റിന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇങ്ങനെ ആൻഡ് ഉപയോഗിച്ച് പറഞ്ഞത് തന്നെ സീക്വൻസിങ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ, make sure that you drink at least 8 glasses of water a day. In addition to that, add lots of vegetables and fruits to your diet. Furthermore, you have a follow-up visit in 7 days. Finally, take adequate rest. അപ്പൊ എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു. ഫൈനലി എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തുമ്പോൾ പേഷ്യന്റും അവെയർ ആണ്, ഓക്കെ ഇതോടുകൂടി ആ ലിസ്റ്റ് കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, സോ ദർ ഈസ് എ ഫ്ലോ, ദർ ഈസ് എ സ്ട്രക്ചർ. അപ്പോൾ സീക്വൻസിങ് ലാംഗ്വേജ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഭയങ്കര കടുകട്ടി വാക്കുകളും അല്ല. പക്ഷെ നമുക്ക് സ്പീക്കിംഗ് ചെയ്യുന്ന ടെൻഷന്റെ ഇടയിൽ ഇത് ഓർമ്മ വരില്ല. നിങ്ങൾ ഒരു പ്രാക്ടീസ് ചെയ്ത് ഇതൊക്കെ വളരെ കോൺഷ്യസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ ഓക്കെ സീക്വൻസിങ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അത് ഉപയോഗിക്കുക. അങ്ങനെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് നാച്ചുറലി വരും. ഓക്കെ, അപ്പൊ സീക്വൻസിങ് ലാംഗ്വേജ് ഉപയോഗിക്കേണ്ട സിറ്റുവേഷൻസ് ഇതൊക്കെയാണ്. നിങ്ങൾക്കൊരു 2-3 ഓപ്ഷൻസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കേണ്ട എല്ലാ ടൈമിലും നിങ്ങൾ എന്ത് ചെയ്യുക? റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾ സീക്വൻസിങ് ലാംഗ്വേജ് ഉപയോഗിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ സജഷൻസ് കൊടുക്കുമ്പോൾ മാത്രമല്ല, മേ ബി പേഷ്യന്റ് ചോദിക്കുകയാണ് ഇതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ മേ ബി സർജിക്കൽ ഉണ്ടാവും, മെഡിക്കൽ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് 3 കാര്യങ്ങൾ പറയണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം? അവിടെയും ആൻഡ് ഉപയോഗിക്കാതെ സീക്വൻസിങ് ലാംഗ്വേജ് ഉപയോഗിക്കാം. സോ ദാറ്റ്സ് വെരി ഈസി, റൈറ്റ്? ഓക്കെ, അടുത്ത ക്രൈറ്റീരിയനിലേക്ക് പോവാം. നെക്സ്റ്റ് സ്ലൈഡ് നോക്കിയാൽ മതി. ഇൻഫർമേഷൻ ഗാദറിംഗ്. അറിയാം, ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ ഈ ഒരു സംഭവം വേണം, അല്ലെ? ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യണം. അപ്പൊ അതിനായിട്ട് യൂസിങ് ആക്റ്റീവ് ലിസണിങ് ടെക്നിക്സ്. ആക്റ്റീവ് ലിസണിങ് ടെക്നിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് പേഷ്യന്റിന് ഫീൽ ചെയ്യിപ്പിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, ഇത് ഓഡിയോ റെക്കോർഡിംഗ് ആണല്ലേ. അപ്പൊ നമ്മൾ ചുമ്മാ നോട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ പൊതുവെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ തലയൊക്കെ ഒന്ന് ആട്ടിയിട്ടൊക്കെ നോട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അക്നോളജ് ചെയ്യുന്നത്, ഓക്കെ ഞാൻ നിങ്ങളെ കേൾക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ഇത് ഓഡിയോ റെക്കോർഡിംഗ് ആയതുകൊണ്ട് ഈ കേൾക്കുന്ന അസസേഴ്സിന് നിങ്ങൾ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യണം. ആ വേർഡ്സ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യെസ്, ഓക്കെ, ഓൾ റൈറ്റ്, ഫൈൻ എന്നുള്ള കുഞ്ഞു വേർഡ്സ്. അവർ സംസാരിക്കുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലല്ല. വെൻ അവർ ദേ പോസ്, അല്ലെങ്കിൽ അവർ ഒരു പെർട്ടിക്കുലർ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞൊക്കെ വരുമ്പോൾ നിങ്ങൾ അത് കേട്ടു എന്ന് മനസ്സിലാക്കാൻ ഓൾ റൈറ്റ്, ദാറ്റ്സ് കൂൾ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സിറ്റുവേഷന് യോജിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ആക്റ്റീവ് ലിസണിംഗ് ടെക്നിക്സ്. ഇനി മിനിമൈസിങ് ഇന്ററപ്ഷൻ. ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇടയിൽ കയറി സംസാരിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് മാനേഴ്സ്, അല്ലെ? ഒബ്വിയസ്ലി ഇതൊരു സെമി ഫോർമൽ സിറ്റുവേഷൻ ആണ്. അപ്പൊ പേഷ്യന്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്?
ഇന്ററപ്റ്റ് ചെയ്യരുത്. അത് റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിനെയും ബാധിക്കും. പിന്നെ പേഷ്യന്റ് ചിലപ്പോൾ പറയാൻ വന്നത് വിട്ടുപോകും, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കയ്യിൽ നിന്ന് പോയി നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്ക് പോകും, നമുക്ക് പകുതി കാര്യങ്ങൾ മനസ്സിലാവാതെ പോകും. അപ്പൊ നിങ്ങൾ ഇന്ററപ്ഷൻസ് മിനിമൈസ് ചെയ്യുക. ഇവിടെ ഞാൻ നോ ഇന്ററപ്ഷൻ എന്ന് പറഞ്ഞിട്ടില്ല. ദാറ്റ് ഈസ് ബിക്കോസ് there are certain patients, okay, അവരുടെ റോൾ പ്ലേ കാർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും ടു ആക്ട് ഡിസ്റ്റർബ്ഡ്. അതായത് അവർ ചിലപ്പോൾ ഈ ടോപ്പിക്കാണ് ആ ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ഓഫ് ടോപ്പിക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. ആ സമയത്ത് നമുക്ക് എന്ത് പറയാം, ഇന്ററപ്റ്റ് ചെയ്യാം. ബട്ട് എങ്ങനെ, എക്സ്ക്യൂസ് മീ, ഐ എം സോ സോറി ടു ഇന്ററപ്റ്റ് യു, ബട്ട് റൈറ്റ് നൗ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദിസ് എന്ന് പറഞ്ഞിട്ട് പതുക്കെ നിങ്ങൾ നമ്മളുടെ പോയിന്റിലേക്ക് കൊണ്ടുവരാം. അടുത്ത പോയിന്റ് എന്താ, ക്ലാരിഫൈങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ നോട്ട് ക്ലിയർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നമ്മളൊരു പേഷ്യന്റ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ മദർ ടങ്ങിൽ തന്നെ ചിലപ്പോൾ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങൾ മേ ബി ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ സ്പീക്കിംഗ്, ഇവിടെ OET സ്പീക്കിംഗിൽ കാൻഡിഡേറ്റ്സ് ചെയ്യുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, അയ്യോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എന്റെ സ്കോർ പോവോ എന്ന് വിചാരിച്ചിട്ട് കേട്ടാലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും അവര് അത് മൈൻഡ് ചെയ്യാതെ അത് മനസ്സിലായ പോലെ അഭിനയിച്ച് അടുത്തതിലേക്ക് പോകും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ആക്റ്റീവ്ലി ലിസൺ ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു തെളിവാണ് നിങ്ങൾ സോറി വാട്ട് ഡിഡ് യു സേ ജസ്റ്റ് നൗ, അല്ലെങ്കിൽ സോറി കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് പാരഫ്രേസ് ഇറ്റ് അല്ലെങ്കിൽ റീഫ്രേസ് ഇറ്റ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ദർ ഈസ് നോ ബാഡ് ഇൻ ഇറ്റ്. ലൈക്ക് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അവരോടത് കൃത്യമായിട്ട് ചോദിക്കാം. യെസ്, നൗ using initially open questions and then moving to more closed questions. ഇത് നമ്മൾ ഓൾറെഡി അവിടെ ഡിസ്കസ് ചെയ്താണ് നിങ്ങൾ ഓപ്പൺ ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യണം എന്നുള്ളത്. ഇവിടെ പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്യാം. അതായത് ആദ്യമേ നിങ്ങൾ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ യെസ് അല്ലെങ്കിൽ നോ, അല്ലെങ്കിൽ വെജിറ്റേറിയൻ, അല്ലെങ്കിൽ യെസ് ഐ ഡോണ്ട് സ്മോക്ക്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആൻസേഴ്സ് അവർക്ക് പറയാനുണ്ടാവുള്ളൂ. സോ ഇറ്റ് മൈറ്റ് സൗണ്ട് ലൈക്ക് മോർ ലൈക്ക് ആൻ ഇന്റർവ്യൂ. അതൊരു രസം ഉണ്ടാവില്ല. അപ്പൊ ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആദ്യം ചോദിക്കുക. അപ്പൊ അവർ കുറെ ഡീറ്റെയിൽസ് ഒക്കെ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇനി നിങ്ങൾ ഉദ്ദേശിച്ച ഏതെങ്കിലും ഒരു ആൻസർ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. ഓക്കെ, ഇപ്പൊ അവരുടെ ഡയറ്റിനെ കുറിച്ച് പറഞ്ഞതിൽ മിൽക്ക് അല്ലെങ്കിൽ ഡയറി പ്രോഡക്ട്സിനെ കുറിച്ച് മിണ്ടിയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണം, കാരണം ആൾക്ക് അലർജി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രം ക്ലോസ്ഡ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം. സോ നൗ യു ഹാവ് ലൈക്ക് കുറെ ടൈമും ഇത് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് 10 ഡീറ്റെയിൽസിന് 10 ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. പക്ഷെ അതേസമയം ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആ ചോദിക്കുന്നെങ്കിൽ ഒറ്റ ചോദ്യത്തിൽ ഒരു 6-7 ഇൻഫർമേഷൻ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിയും. ഓക്കെ, സോ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാനും അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നൗ ഇൻവൈറ്റിംഗ് ഫർദർ ഇൻഫർമേഷൻ. അതായത് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇത് നിങ്ങൾ റിയൽ ലൈഫ്, ഇതിൽ പറയുന്ന എല്ലാം നിങ്ങൾ റിയൽ ലൈഫായിട്ടൊന്ന് കണക്ട് ചെയ്താൽ നിങ്ങളത് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ജസ്റ്റ് ഇവിടെ എക്സാം ആണെന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും നിങ്ങൾ ഇതൊക്കെ കൊളാക്കുന്നത്. അപ്പൊ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ റിയൽ ലൈഫിൽ ചെയ്യും. നമ്മൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ നഴ്സിനെ കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്ത് പറ്റി, എന്താ വിശേഷം ഒക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം നഴ്സ് ഒരു ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ ഡോക്ടർ ഒരു ചോദ്യം ചോദിക്കും, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെ? അപ്പൊ അതേപോലെ നമ്മൾ ചോദിച്ചു, നമുക്ക് വേണ്ടതെല്ലാം കിട്ടിയെങ്കിൽ പോലും നമുക്ക് ഒന്നുകൂടി ചോദിക്കാം, ഇസ് ദർ എനിത്തിങ് എൽസ് യു വുഡ് ലൈക്ക് ടു ഷെയർ എന്ന് ചോദിച്ചാൽ, പിന്നെ എന്തെങ്കിലും നമ്മൾ വിട്ടുപോയതോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഷ്യന്റ് പറയാതെ പോയതോ ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് അത് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും ചെയ്താൽ നിങ്ങൾ നല്ല രീതിയിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് നിങ്ങൾ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. and അതിന് ഫുൾ സ്കോഴ്സും നിങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, നൗ നെക്സ്റ്റ് സ്ലൈഡ്, ദ ഫൈനൽ വൺ, ഇൻഫർമേഷൻ ഗിവിംഗ്. ഓക്കെ, ഇനി നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, എസ്റ്റാബ്ലിഷിംഗ് ഇനിഷ്യലി വാട്ട് ദ പേഷ്യന്റ് ഓൾറെഡി നോസ്. അതായത് ഇപ്പൊ ഡോക്ടേഴ്സിനും നഴ്സിനും ഒരുപാട് കാര്യങ്ങൾ അറിയുമായിരിക്കും. ഓക്കെ, എല്ലാ മെഡിക്കൽ കണ്ടീഷന്റെയും കുറച്ചൊക്കെ അറിയുമായിരിക്കും. പക്ഷേ എനിക്കിപ്പോ ഡയബറ്റീസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ മാക്സിമം അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയുന്നതിനെക്കാട്ടിലും കൂടുതൽ പേഷ്യന്റിന് അറിയുന്നുണ്ടാവും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് മുമ്പ് എപ്പോഴും പേഷ്യന്റിന് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഓൾറെഡി എന്താണ് ധാരണ, അല്ലെങ്കിൽ നമ്മളെ ടൈം വേസ്റ്റ് ആവുകയാണ്. ഓക്കെ, ആൻഡ് ഇതൊരു റാപ്പോ ബിൽഡിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഇപ്പൊ ഡയബറ്റിക് അല്ലെങ്കിൽ നമ്മൾ ഇൻസുലിൻ ഇൻജക്ഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പോകുമ്പോൾ ആദ്യമേ പേഷ്യന്റിനോട് ചോദിക്കാം, നിങ്ങൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കണ്ടീഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങളുടെ വേർഡ്സിലൊന്ന് പറയാവോ. അപ്പൊ നമുക്കൊരു ഏകദേശം ഐഡിയ ഉണ്ട്, പേഷ്യന്റിന് ഇത്രത്തോളം അറിയാം. സോ എക്സ്ട്രാ വരുന്ന ഡീറ്റെയിൽസ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി,
ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പറയാം, ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ് യു ആർ വെരി മച്ച് അവെയർ അബൌട്ട് യുവർ കണ്ടീഷൻ, ബട്ട് ലെറ്റ് മീ ആഡ് ഫ്യൂ മോർ പോയിന്റ്സ് ടു ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു എസ്റ്റാബ്ലിഷ് വാട്ട് ദ പേഷ്യന്റ് ഓൾറെഡി നോസ്. ഇനിഷ്യലി അത് നിങ്ങൾ ചെയ്യണം. അതിനുശേഷം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പോസിങ് പീരിയോഡിക്കലി. നിങ്ങൾ സംസാരിക്കുമ്പോൾ OET കോൺവെർസേഷനിൽ നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും പേഷ്യന്റോ ഈ ഒരു കോൺവെർസേഷൻ ഒന്നും ആയിരിക്കില്ല. നിങ്ങളുടെ പ്രയോറിറ്റി എങ്ങനെങ്കിലും 5 മിനിറ്റ് കുറെ സംസാരിച്ച് തീർക്കണം എന്നായിരിക്കും. പക്ഷെ അതല്ല ഇവിടെ. ഇത്രയും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതൊരു ഭാഗമേ അല്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറെ കുറെ പോയിന്റ്സ് ഉണ്ട്. അതിലൊന്നാണ് പോസിങ് പീരിയോഡിക്കൽ. അതായത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് നിർത്തുക. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിങ്ങൾ ഒരു 5 സെക്കൻഡ് നിർത്തണം എന്നല്ല. ഇടയ്ക്ക് നമുക്കൊരു നാച്ചുറലി ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോയിലനുസരിച്ച് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് അവർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അവർക്കത് ചോദിക്കാൻ കൂടെ പറ്റും. അതുപോലെ എൻകറേജിങ് ദ പേഷ്യന്റ് ടു കോൺട്രിബ്യൂട്ട് റിയാക്ഷൻസ് ആൻഡ് ഫീലിങ്സ്. ഓക്കെ, സോ എൻകറേജിങ് ദ പേഷ്യന്റ് ടു കോൺട്രിബ്യൂട്ട് റിയാക്ഷൻസ് ആൻഡ് ഫീലിങ്സ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. ഇത് പേഷ്യന്റ് കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. ഓക്കെ, അതാണ് അവിടുത്തെ അടുത്ത പോയിന്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് റിലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അടുത്ത പോയിന്റിൽ എന്താ പറയുന്നത്, ചെക്കിംഗ് വെദർ ദ പേഷ്യന്റ് ഹാസ് അണ്ടർസ്റ്റുഡ്. സോ നമ്മളിങ്ങനെ ബേസിക്കലി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ ഒക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ ദർ ഇസ് നോ പോയിന്റ് അല്ലേ. അൾട്ടിമേറ്റ്ലി നമ്മൾ സംസാരിക്കുന്ന പേഷ്യന്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. ഇനി അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് തൊട്ട് മുകളിലെ പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കാം. ഒന്ന്, അവർക്ക് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡയറക്ട്ലി ചോദിക്കാം. ആർ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ആർ യു ഫോളോയിങ് മീ എന്നുള്ള രീതിയിൽ അവർ ഓക്കെ ആണോ, അവർ നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ അടുത്ത് റിയാക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണെന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പേഷ്യന്റിനോട് ഡെയിലി 1/2 മണിക്കൂർ വെച്ച് നടക്കാൻ പറഞ്ഞു, എന്നിട്ട് അത് മനസ്സിലായോ എന്ന് ചോദിച്ചതിന് പകരം അവിടെ നമുക്ക് എന്ത് ചോദിക്കാം, ഡു യു തിങ്ക് ദാറ്റ്സ് എ പ്രാക്ടിക്കൽ തിങ്, അത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ് എന്ന് അവർക്ക് അതിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്താണ് എന്ന് ബേസിക്കലി ചോദിക്കാം. സോ നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഇവിടെ ചങ്കിങ് എന്നുള്ളൊരു വേർഡും കൂടെ നിങ്ങൾ ജസ്റ്റ് ഞാൻ ഈ ഒരു സ്ലൈഡിൽ അതില്ല, കുറെ ടെക്നിക്കൽ ടേംസ് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. സോ ചങ്കിങ് എന്നുള്ളൊരു ഒരു വേർഡും കൂടെ ഒന്ന് ആലോചിക്കാം. ചങ്കിങ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഇൻഫർമേഷൻ, എന്റെ കയ്യിൽ ഇത്ര ഇൻഫർമേഷൻ ഉണ്ട്, ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് തന്നാൽ ചിലപ്പോൾ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇൻഫർമേഷൻ മുറിച്ച് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തരാണ്. സോ ഇറ്റ്സ് ഈസി ടു ക്യാരി. അതുപോലെ നമ്മളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ, ഒരുപാട് ഇൻഫർമേഷൻ ഒറ്റയടിക്ക് പേഷ്യന്റിനോട് എല്ലാം കൂടെ പറഞ്ഞ് ഒരു 10 ഇൻഫർമേഷൻ നിങ്ങൾക്ക് കൊടുത്തിട്ട് ഐ യു ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിച്ചാൽ പേഷ്യന്റ് ലൈക്ക് ഓക്കെ, മനസ്സിലായി, എന്തൊക്കെയോ മനസ്സിലായി. അങ്ങനെയല്ല വേണ്ട. നമ്മൾ കൊടുക്കുന്ന ഓരോ പോയിന്റും പേഷ്യന്റ് മനസ്സിലാവണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ വലിയ ഇൻഫർമേഷനെ രണ്ടായിട്ട് മുറിക്കുക. അതായത് ഒരു 2 ഇൻഫർമേഷൻ കൊടുക്കുക. മേ ബി ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും എക്സസൈസ് ചെയ്യാനും ഈ 2 ഇൻഫർമേഷൻ കൊടുത്തു. അതിനുശേഷം അടുത്ത ഇൻഫർമേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ 2 പീസ് ഓഫ് ഇൻഫർമേഷൻ, then you asked whether the patient is able to understand. Now അടുത്ത 2 പീസ് ഓഫ് ഇൻഫർമേഷൻ കൊടുക്കുക. മേ ബി ഡയറ്റിനെ കുറിച്ചും ഓർ സം ലൈഫ് സ്റ്റൈൽ ചേഞ്ചിനെ കുറിച്ചും പറഞ്ഞു. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒപ്പീനിയൻ ചോദിക്കാം. വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്, ഡു യു തിങ്ക് ദാറ്റ് പ്രാക്ടിക്കൽ, ഡസ് ദാറ്റ് മേക്ക് സെൻസ് ടു യു എന്ന് ഒപ്പീനിയൻ ചോദിക്കാം. സോ 2 പോയിന്റ്സ്, നമ്മൾ അവരുടെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. അഗെയിൻ 2 ഇൻഫർമേഷൻ കൊടുത്തു, അവരുടെ ഒപ്പീനിയൻ ചോദിച്ചു. ഇനിയും 2 ഇൻഫർമേഷൻ കൊടുക്കുക, അവർക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഫില്ല് ചെയ്ത് പോവുകയാണെങ്കിൽ ഇത് നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ചങ്കിങ് എന്ന പ്രോസസ്സും നാച്ചുറലി നടന്നോളൂ. ഐ ഹോപ്പ് ദാറ്റ് മേക്ക് സെൻസ്. ഓക്കെ, നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. I hope. Okay, now discovering what further information the patient needs. Yes, information gathering നമ്മൾ പറഞ്ഞു, എല്ലാം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിൽ പോലും അവസാനം നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാം, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചോദിക്കാം, is there anything else that you would like to know or that you would like me to address. ഓക്കെ, എല്ലാം കഴിഞ്ഞാലും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടോ എന്ന് ചോദിക്കുന്നത്, എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ പേഷ്യന്റ് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾക്ക് ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ സെഷൻ കണ്ടവർക്ക് അറിയാം, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ നിങ്ങളുടെ ലാംഗ്വേജിനെ കാട്ടിലും കമ്മ്യൂണിക്കേഷൻ, ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് ആസ് എ നേഴ്സ് നിങ്ങൾ എത്ര ഭംഗിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എത്ര ക്ലാരിറ്റിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എത്ര നന്നായി നിങ്ങൾക്ക് പേഷ്യന്റിനെ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. സോ ബേസിക്കലി ഇനേറ്റ്ലി എല്ലാ നഴ്സസിനും ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. അപ്പം എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഭയങ്കര ഒരു സംഭവമാണ്,
നഴ്സസിന് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് തോന്നുന്നേ ഇല്ല. അപ്പോഴും കുറച്ച് ബുദ്ധിമുട്ട് മേ ബി ലിംഗ്വിസ്റ്റിക് ക്രൈറ്റീരിയ ആയിരിക്കും, ബിക്കോസ് ഇറ്റ്സ് ലാംഗ്വേജ്, ഒരു സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഈ പറഞ്ഞ ക്ലിനിക്കൽ കമ്മ്യൂണിക്കേഷൻ ക്രൈറ്റീരിയയിൽ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും ഇനേറ്റ്ലി നഴ്സസിന് എല്ലാവർക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ കണ്ട നഴ്സസിന് എല്ലാവർക്കും ഇതുണ്ട്. ഓക്കെ, ആൻഡ് ദേ ആർ അങ്ങനെയാണ് അവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈലും എല്ലാം. സോ ഇത് വളരെ എളുപ്പമാണ്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നിങ്ങളുടെ ലാംഗ്വേജിലല്ല നിങ്ങളിത് ചെയ്യുന്നേ എന്നൊരു ചെറിയൊരു എന്താ പറയാ ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്ക് വരുള്ളൂ. ബട്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ഇതൊരു ബുദ്ധിമുട്ടേ അല്ല. ഓക്കെ, സോ ആക്ച്വലി വി ആർ നമ്മളെല്ലാം കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞു, നമ്മളിതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ അഡ്മിഷൻ കൗൺസിലേഴ്സിന്റെ കോൺടാക്ട് നമ്പേഴ്സ് എവിടെയുണ്ട്, നിങ്ങൾക്ക് കോൾ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ മേ ബി അറിയുമായിരിക്കും, പക്ഷെ അത് എത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് ഞാൻ ഇതൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് എന്റെ സ്പീക്കിംഗിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ അറിയുന്നില്ല, നിങ്ങൾക്ക് അതൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ടുള്ള അസസ്മെന്റ് ടെസ്റ്റുകളുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലാംഗ്വേജ് എവിടെയുണ്ട്, ഏതാണ്, നിങ്ങൾ ലാംഗ്വേജിൽ ബിഗിനർ ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, അഡ്വാൻസ്ഡ് ആണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും. OET നോളജ്, ഈ പറഞ്ഞ പോലെ ക്രൈറ്റീരിയ കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട്, അത് നിങ്ങൾക്ക് എത്ര എഫക്റ്റീവ് ആയിട്ട് സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും എല്ലാ മൊഡ്യൂൾസിനും നമുക്ക് ഫ്രീ അസസ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അത് അറ്റൻഡ് ചെയ്യണം എന്നുള്ളവർക്കും നമ്മുടെ അഡ്മിഷൻ കൗൺസിലേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. സോ ബേസിക്കലി ഇറ്റ്സ് ഫ്രീ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ യു ഹാവ് എൻ ഐഡിയ. മേ ബി നിങ്ങൾ വേറെ സ്ഥലങ്ങളിൽ പഠിക്കുന്നതായിരിക്കും, നോ ഇഷ്യൂസ്. അല്ലെങ്കിൽ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, അവർക്ക് ഇത് വളരെയധികം ഉപയോഗമായിരിക്കും. സെൽഫ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അസസ് ചെയ്യാൻ ഒരാളില്ല, യു ഡോണ്ട് നോ വേർ യു ആർ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീ അസസ്മെന്റ് ടെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വേർ യു ആർ ആൻഡ് വാട്ട് മോർ യു നീഡ് ടു ലേൺ ഓർ പ്രാക്ടീസ്. ഓക്കെ, സോ ഐ ഹോപ്പ് that was a good session. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ again you can comment or contact us. This is Aswathy from IILT signing off.